പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കേന്ദ്രം വിളിച്ച സർവകക്ഷി യോഗം അവസാനിച്ചു. യോഗം നീണ്ടുനിന്നത് 1 മണിക്കൂറും 45 മിനിറ്റും. കൂടുതൽ ഊർജ്ജ ഉറവിടങ്ങൾ ആവശ്യമാണെന്ന കേന്ദ്ര സർക്കാർ. 5 കപ്പലുകളിൽ കൂടി എണ്ണ വരും ദിവസങ്ങളിൽ എത്തുമെന്നും കേന്ദ്രം. ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി ഫെമിന കൂടി ചേരുന്നുണ്ട്. ഫെമിന, ഏകദേശം 2 മണിക്കൂറോളമാണ് ചർച്ച നീണ്ടുനിന്നത്. എന്തൊക്കെയാണ് മറ്റ് പുറത്തുവരുന്ന വിവരങ്ങൾ? സാഹചര്യങ്ങൾ വഷളാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്രം വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു സർവകക്ഷി യോഗം വിളിച്ചത്. 5 മണിക്ക് ആരംഭിച്ച യോഗം 1 മണിക്കൂറും 45 മിനിറ്റുമാണ് നീണ്ടുനിന്നത്. പശ്ചിമേഷ്യയിലെ സാഹചര്യം വിശകലനം ചെയ്തു. രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാണ്. പ്രത്യേകിച്ച് LPG സിലിണ്ടറുകൾക്കടക്കം വലിയ ക്ഷാമം നേരിടുകയാണ്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള എണ്ണ വ്യാപാരത്തിന് ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതാണ് പ്രശ്നം വളരെ ഗുരുതരമാക്കിയത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ യോഗം അവലോകനം ചെയ്തു. എന്നാൽ കേന്ദ്ര സർക്കാർ വീണ്ടും ആവർത്തിക്കുന്നത് ഭയപ്പെടേണ്ട സാഹചര്യമില്ല, എല്ലാം നിയന്ത്രണ വിധേയമാണ്, രാജ്യത്ത് LPG ക്ഷാമമില്ല, എണ്ണ പ്രതിസന്ധി ഇല്ല എന്നാണ് കേന്ദ്രം അവകാശപ്പെടുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത്. ഈ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുത്തില്ല. മറ്റ് മുതിർന്ന മന്ത്രിമാരും അതുപോലെ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കളും പങ്കെടുത്തു. കോൺഗ്രസ് നേതാവായിട്ടുള്ള താരിഖ് അൻവർ പറഞ്ഞത് യോഗത്തിൽ തങ്ങൾ തൃപ്തി ഇല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു ഈ ഇറാൻ അല്ലെങ്കിൽ ഇറാനുമേൽ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുൻപാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിച്ചത്. അതിന്മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രസ്താവന അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. അത്തരത്തിൽ ഈ യുദ്ധ സാഹചര്യത്തിൽ പാർലമെന്റിൽ പോലും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഒരു പ്രസ്താവന മാത്രമാണ് നടത്തിയത്. വിശദമായിട്ടുള്ള ചർച്ച പാർലമെന്റിൽ വേണമെന്നായിരുന്നു വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ രാജ്യത്ത് ഈ യുദ്ധം മൂലമുള്ള പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്.